വിക്ടിംസ് എല്ലാവരും തന്നെ കുട്ടികളാണെന്നോട് നോക്കാതെ അവരെ ബ്രൂട്ടലി ഹരാസ് ചെയ്ത് ടോർച്ചർ ചെയ്ത് മരണം ചെയ്തിട്ടുണ്ട്. എല്ലാ ക്രൈം സീനിലും BTK എന്നൊരു നോട്ട് ഉപയോഗിച്ചു പോകുന്ന സെക്ഷൽ സാഡിസ്റ്റിക് സൈക്കോപാത്ത് ഡെനിസ് റാഡോ. ഏകദേശം 30 വർഷത്തോളം അമേരിക്കൻ പോലീസിന്റെ തലവേദനയായി മാറുകയും അമേരിക്കയിലുള്ള ജനങ്ങളെല്ലാം ഭീതിയുടെ മുൻപിൽ നിർത്തി ഭീതിയിലാഴ്ത്തുകയും ചെയ്ത ഒരു സീരിയൽ. ഹായ്, എൻ്റെ പേര് അർജുൻ. വെൽക്കം ബാക്ക് ടു വീഡിയോ. ഞങ്ങൾ ഇന്ന് BTK എന്ന് പറഞ്ഞൊരു സീരിയൽ കില്ലറിനെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. BTK സീരിയൽ കില്ലർ. ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഞങ്ങളുടെ ചെഗുവേരയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. BTK സീരിയൽ കില്ലറിനെ പറ്റി വീഡിയോ ചെയ്യാമോ ബ്രദർ എന്നുള്ള രീതിയിൽ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ സിസ്റ്റർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കമന്റ് അക്സെപ്റ്റഡ്, റിക്വസ്റ്റിംഗ് കമന്റ് അക്സെപ്റ്റഡ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ബാക്കി നമുക്ക് വീഡിയോ കാണാം. ഓക്കെ. 1945 മാർച്ച് 9 അമേരിക്കയിലെ കാൻസസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ വിച്ചിറ്റ എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ വില്യം റാഡറിന്റെയും ഡൊറോത്തി റാഡറിന്റെയും മകനായിട്ടാണ് ഡെനിസ് റാഡോ ജനിക്കുന്നത്. വില്യം റാഡറിനും ഡൊറോത്തി റാഡറിനും 4 മക്കളായിരുന്നു. അതിൽ 4ാമനായിരുന്നു ഡെനിസ് റാഡോ. ജെഫ്, പോൾ, ബിൽ എന്നായിരുന്നു ഡെനിസ് റാഡറിന്റെ ബ്രദേഴ്സിന്റെ പേര്. ഡെനിസ് റാഡറും സഹോദരങ്ങളും കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരുടെ അച്ഛനും അമ്മയും അവരുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നതിലും അധികം ജോലി സ്ഥലങ്ങളിലായിരുന്നു സമയം ചെലവഴിച്ചിരുന്നത്. 4 കുട്ടികളിലെ ഏറ്റവും ഇളയാളായത് കൊണ്ടായിരിക്കണം ഡെനിസിന് അമ്മയുടെ കൂടെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മയുടെ കൂടെ ഇരുന്ന് തൻ്റെ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സും തോട്ട്സും എല്ലാം തന്നെ അമ്മയോട് ഷെയർ ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അമ്മ അത് ചെവിക്കൊള്ളാതെ വേറെ പല കാര്യങ്ങളിലും പല ജോലികളിലും ഏർപ്പെടുന്ന കാണുന്ന ഡെനീസ് തൻ്റെ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സും തോട്ട്സും ഒന്നും ആരോടും പറയാതെ ഒറ്റയ്ക്ക് വീട്ടിൽ അടച്ചിരിപ്പായി. ബാല്യകാലത്തിൽ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടും പറയാൻ പറ്റാതെ ഒരു ഇൻട്രോവേർട്ടായി ഡെനീസ് മാറുകയായിരുന്നു. ബാല്യകാലം തള്ളി നീക്കി അഡൾട്ട് ഏജിലേക്ക് നമ്മുടെ ഡെനീസ് റാഡറിന് സെക്ഷൽ സാഡിസം ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടായി. ആ ഒരു പ്രായത്തിൽ അയാൾ ചെറിയ മൃഗങ്ങളെല്ലാം കെട്ടിയിട്ട് ഭയങ്കരമായി മുറിവേൽപ്പിച്ച് ബ്രൂട്ടലായി കൊല്ലുന്ന ഒരു സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. മാത്രമല്ല അയാളുടെ ഗേൾസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെയും നെയ്ബേഴ്സ് ആയിട്ടുള്ള ഗേൾസും ഒക്കെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയം ഒളിച്ചിരുന്ന് നോക്കിക്കാണുകയും അവരുടെ ഇന്നർ വൈസ് ആൻഡ് ബോട്ടം വൈസ് മോഷ്ടിച്ചുകൊണ്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതുമായുള്ള വളരെ മോശമായുള്ള സ്വഭാവങ്ങളൊക്കെ ഇയാൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഡെനിസ് റാഡറിന്റെ അമ്മയുടെ കൈ ഒരു ദിവസം ഒരു സ്പ്രിംഗിൽ സ്റ്റക്കായി വേദന കൊണ്ട് അവർ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡെനീസിനെ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കുകയുണ്ടായി. ഹെൽപ്പ് ചെയ്യണം, കൈ എടുക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ ഡെനീസിനോട് കരഞ്ഞ് പറഞ്ഞ് വിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ സമയത്ത് ഡെനീസ് അടുത്ത് വരികയും വേദന കൊണ്ട് വിഷമിക്കുന്ന അമ്മയെ കണ്ടുകൊണ്ട് അമ്മ പുറത്തേക്ക് കൈയെടുക്കാൻ വയ്യാതെ അവിടെ കാണിച്ച് വെപ്രാളപ്പെടുന്നത് കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന ഡെനീസ് ആയിരുന്നു. ഒരു ചെറു പുഞ്ചിരിയോടെ അമ്മ കാണിക്കുന്നതെല്ലാം ആ ഒരു അമ്മയുടെ വിഷമം കണ്ട് ആസ്വദിക്കുന്ന ഡെനീസിനാണ് അവിടെ അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഡെനിസ് റാഡർ കൻസാസ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അയാളുടെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. പഠിക്കാൻ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്ന ഡെനീസ് അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ടായി US എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. അവിടെ കുറച്ച് നാള് അയാൾ ജോലി ചെയ്തു. അങ്ങനെ അയാൾ ഓൾറെഡി താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് പാർക്ക് സിറ്റി എന്നൊരു സ്ഥലത്തേക്ക് അയാൾ ഷിഫ്റ്റ് ആയി. അതിനുശേഷം 1971 ഡെനിസ് റാഡർ വിവാഹിതനായി. ആ ഒരു കല്യാണത്തിൽ അയാൾക്ക് 2 കുട്ടികൾ ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷമാണ് അയാൾ ബട്ട്ലർ കൺട്രി കമ്മ്യൂണിറ്റി കോളേജിൽ ചേർന്ന് ഇലക്ട്രോണിക്സിൽ ഡിഗ്രി വാങ്ങിച്ചതും വിച്ചിറ്റ യൂണിവേഴ്സിറ്റിയിൽ വന്ന് അവിടെയും ഒരു ബാച്ചിലർ ഡിഗ്രി വാങ്ങിയതും അതിനുശേഷമായിരുന്നു. അങ്ങനെ അയാളെ അവിടെയുള്ള ഒരു ക്രിസ്ത്യൻ ചർച്ച് കൗൺസിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവിടെ ഇത്രയും മര്യാദയായി ഈ ഒരു സൊസൈറ്റിയിൽ മര്യാദയോടുകൂടി നടന്ന ഒരാളായിരുന്നു ഈ ഒരു ഡെനിസ് റാഡോ. പക്ഷേ ആ ഒരു മര്യാദ എല്ലാം തന്നെ അയാളുടെ മുഖംമൂടി ആയിരുന്നു എന്ന് നാട്ടുകാർ ആരും അറിഞ്ഞിരുന്നില്ല. ആ പ്രദേശവാസികൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല ഇത് അയാളുടെ ഒരു മുഖംമൂടിയാണ്. അതിനുശേഷമാണ് ഇയാൾ 10 പേരെ ബ്രൂട്ടലി മർഡർ ചെയ്യുന്നത്. ഈ 10 പേരെ ബ്രൂട്ടലി മർഡർ ചെയ്തൊരു കൊലയാളിയാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള ഈ ചുറ്റുപാടുള്ള ആൾക്കാർക്കിടയിൽ താമസിക്കുന്ന ഈ ഒരു ഡെനിസ് റാഡോ എന്ന് പറയുന്ന ഒരു കക്ഷി ഈ ഒരു 10 പേരെ കൊന്ന കൊലയാളിയാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. 30 വർഷം, ഏകദേശം 30 വർഷത്തിന് ശേഷമാണ് ഇയാളെ പോലീസ് പിടിക്കുന്നതും ആൾക്കാരെല്ലാവരും ഇയാളാണ് ഈ കൊലകൾ മുഴുവൻ ചെയ്തതെന്ന് അറിയുന്നത്. ഡെനിസ് റാഡർ ചെയ്ത 10 കൊലകളിൽ 7 പേര് സ്ത്രീകളും 2 കുട്ടികളും 1 പുരുഷനുമായിരുന്നു. അതിൽ 4 പേര് ഒരേ ഫാമിലിയിൽ നിന്നുള്ളതാണ്. ഓട്ടിറോ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ നിന്നായിരുന്നു ഇയാളുടെ ആദ്യ കൊലകൾ. ആദ്യത്തെ 4 പേര് ഓട്ടിറോ ഒരേ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. ജോസഫ് ഒട്ടിറോ 39 വയസ്സുള്ള ജോസഫ് ഒട്ടിറോയും 31 വയസ്സുള്ള ജൂലിയാനരെയും 9 വയസ്സുള്ള ജോസഫ് ഒട്ടിറോ ജൂനിയർ എന്ന ബാലനും, അതായത് ജോസഫ് ഒട്ടിറോയുടെ മകനായ ജോസഫ് ഒട്ടിറോ ജൂനിയർ, 9 വയസ്സുള്ള ജോസഫ് ഒട്ടിറോ ജൂനിയറും ജോസ്ഫിൻ ഒട്ടിറോ എന്ന് പറയുന്ന 11 വയസ്സുള്ള ഒരു ബാലികയുമായിരുന്നു ആദ്യത്തെ 15 ജനുവരി 1974 ഈ ഒരു സംഭവം നടന്നത്.
ഈ 4 പേരെയും ഡെനിസ് കൊന്നത് ഭയങ്കര ക്രൂരതയോടുകൂടിയാണ്. അയാൾ ഓരോ ക്രൈം സീനിലും ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ എഴുതിയിടുന്ന BTK എന്ന ആ ഒരു ലെറ്റർ പോലെ തന്നെ ബ്ലൈൻഡ് ടോർച്ചർ കിൽ അതുപോലെ തന്നെയാണ് ഈ 4 പേരെ കൊന്നത്. ജോസഫ് ഒട്ടീറയെ കൊന്നത് തലയിലൂടെ പ്ലാസ്റ്റിക് ബാഗ് കയറ്റി ശ്വാസം മുട്ടിച്ചായിരുന്നു. ജോസഫ് ഒട്ടീറ ജൂനിയറെയും 2 പേരെയും ഒരേപോലെ തന്നെയാണ് കൊന്നത്. ജൂലിയ മരിയയെ ആകട്ടെ കഴുത്തിൽ ഒരു കയറ് ചുറ്റി വലിച്ച് കഴുത്ത് ഞെരിച്ചാണ് കൊന്നത്. ഈ കുഞ്ഞു പെൺകുട്ടിയെ ആണെങ്കിൽ കഴുത്തിൽ കെട്ടി തൂക്കിയിട്ടേക്കുമായിരുന്നു. അതായത് ഒരു കയറിൽ ഹാങ് ചെയ്തായിരുന്നു ഇവരുടെ ശവശരീരം, ഈ ഒരു കുഞ്ഞു പെൺകുട്ടിയുടെ ശരീരം കിട്ടിയത്. ജനുവരിയിൽ ഇയാൾ ചെയ്ത 4 കൊലകളുടെയും ഡീറ്റെയിൽസ് അതേ വർഷം ഒക്ടോബർ മാസം വിച്ചിറ്റ പബ്ലിക് ലൈബ്രറിയിൽ ഇയാൾ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് അത് അവിടെ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ഡെനിസ് റാഡറിന്റെ അടുത്തേറ കാതറിൻ ഡോറി ബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. 21 വയസ്സായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ പ്രായം. ഏപ്രിൽ 4, 1974 ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ആദ്യ സംഭവം നടന്ന് 4 മാസത്തിന് ശേഷം 3 തവണ വയറിൽ കുത്തി മുറിവേൽപ്പിച്ച് ആഴമായ മുറിവുണ്ടാക്കിയാണ് ഈ ഒരു കൊല നടത്തിയത്. കാതറിൻ ഡോറി ബ്രൈറ്റിനെ ഡെനിസ് കൊന്നത്. 6ാമത്തെ കൊല ഷെല്ലി റൂത്ത് വിയാൻ റെൽഫോർഡ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. 24 വയസ്സായിരുന്നു പ്രായം. മാർച്ച് 17, 1977 സംഭവം ഉണ്ടായത്. കഴുത്തിൽ ഒരു കയറ് വലിച്ചു മുറുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു കൊന്നത്. അതിനുശേഷം ഡെനിസ് റാഡ 4 കൊലകൾ കൂടി ചെയ്തു. 1977 ഡിസംബർ 8 നാൻസി ജോ ഫോക്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയും 1985 ഏപ്രിൽ 27 മറൈൻ വാലേസ് എന്ന് പറയുന്ന ഒരു 53 വയസ്സുള്ള മധ്യവയസ്കയെയും 1986 സെപ്റ്റംബർ 16 വിക്കി ലെയ്ൻ എന്ന് പറയുന്ന 28 വയസ്സുള്ള സ്ത്രീയെയും 1999 ജനുവരി 19 ഡൊളോറസ് എയർലൈൻ ജോൺസൺ ഡേവിസ് എന്ന് പറയുന്ന 62 വയസ്സുള്ള ഒരു മധ്യവയസ്കയും പിന്നെ അയാൾ കൊന്നു. ഇവർ 4 പേരെയും ഡെനിസ് കൊന്നത് കഴുത്ത് ഞെരിച്ചായിരുന്നു. കഴുത്ത് ഞെരിച്ച് കൈകൊണ്ട് മാത്രമല്ല, ഒരാളെ കൈകൊണ്ട് കഴുത്ത് ഞെരിച്ചു. ബാക്കിയുള്ള 3 പേരെ കയറ്, ബെൽറ്റ് മുതലായ സാധനങ്ങൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചായിരുന്നു കൊന്നത്. ഓരോ കൊലയ്ക്ക് മുമ്പും പോലീസിനും പ്രസ് പീപ്പിൾസിനും മീഡിയാസിനും ഒക്കെ ഓരോ ഹിന്റ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഇയാൾക്കുണ്ടായിരുന്നു. ഓരോ ഫ്ലോപ്പി ഡിസ്കിന്റെ രൂപത്തിലും ഓരോ മെസ്സേജിന്റെ രൂപത്തിലൊക്കെ ഈ ഒരു സമയത്ത് ഈ ഒരു സ്ഥലങ്ങളിൽ കൊല നടക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സ്ഥലങ്ങളിൽ കൊല ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇയാൾ പോലീസിനും പ്രസ് പീപ്പിൾസിനൊക്കെ ഓരോ ഹിന്റ് വെച്ച് കൊടുക്കുകയായിരുന്നു. അവസാനം ഫെബ്രുവരി 25 ഇയാളെ പോലീസ് പിടിക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത് കോർട്ടിൽ കൊണ്ടുപോയതിനു ശേഷം എല്ലാ കുറ്റവും ഇയാൾ സമ്മതിച്ചു. കോർട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം എല്ലാ കുറ്റവും ഞാൻ ചെയ്തതാണെന്ന് ഇയാൾ കോർട്ടിൽ സമ്മതിക്കുകയായിരുന്നു. കുറ്റമെല്ലാം ഏറ്റുപറഞ്ഞ ഡെനിസ് റാഡറിന് കോർട്ട് ഡെത്ത് പെനാൽറ്റി വിധിച്ചു. അയാളെ തൂക്കിക്കൊല്ലാൻ കോടതി തീരുമാനിച്ചു. ഇപ്പോ ഇയാളുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരുപാട് പേര് ഡോക്യുമെന്ററീസ്, വെബ് സീരീസ്, സ്റ്റോറീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് BTK എന്ന് പറയുന്ന സൈക്കോ കില്ലറിന്റെ സ്റ്റോറി. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി നൽകുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ